പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ എന്ന SCERT ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. എക്സാമിന് പ്രസ്താവനയായിട്ടും അതേപോലെ മറ്റുള്ള ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം. ആസിഡുകളുടെ പ്രത്യേകതകളാണ് ആദ്യം പറയുന്നത്. ആസിഡിന് പുളിരുചി ഉണ്ടായിരിക്കും. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കി മാറ്റും. മഗ്നീഷ്യം, ഇരുമ്പ് തുടങ്ങിയ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം സ്വതന്ത്രമാകുന്നു. ഈ 3 പ്രത്യേകതകൾ ഓർത്തുവെക്കുക. പുളിരുചി ഉണ്ടായിരിക്കും, നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കി മാറ്റും, മഗ്നീഷ്യം, ഇരുമ്പ് തുടങ്ങിയ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം സ്വതന്ത്രമാക്കുന്നു. ആൽക്കലികളുടെ പ്രത്യേകതകൾ: കാരരുചിയായിരിക്കും, ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കി മാറ്റും, കാർബണേറ്റുകളുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉണ്ടാക്കുന്നു. നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് സിട്രിക് ആസിഡ്. പുളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ളത് ആസിഡ് സിട്രിക്കും പുളിയിൽ ടാർട്ടാറിക്കുമാണ്. വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് അസറ്റിക് ആസിഡ്. ജലീയ ലായനിയിൽ ഹൈഡ്രോണിയം അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. ആസിഡുകൾ എന്താണെന്നുള്ളതിൻ്റെ നിർവചനമാണ്. ജലീയ ലായനിയിൽ ഹൈഡ്രോണിയം അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. ഇനി ആൽക്കലികൾ എന്ന് വെച്ചാൽ ജലീയ ലായനിയിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. ആസിഡുകൾ ഹൈഡ്രോണിയം അയോണുകളുടെയും ആൽക്കലികൾ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢതയാണ് വർദ്ധിപ്പിക്കുന്നത്. ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് അവയുടെ ഗുണങ്ങൾ പരസ്പരം ഇല്ലാതെയാകുന്നു. ഇത്തരം രാസപ്രവർത്തനങ്ങളെയാണ് നിർവീകരണ പ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നത്. ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് അവയുടെ ഗുണങ്ങൾ പരസ്പരം ഇല്ലാതെയാകുന്നു. ഇത്തരം രാസപ്രവർത്തനങ്ങളെയാണ് നിർവീരീകരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ന്യൂട്രലൈസേഷൻ പ്രോസസ്സ്. ആമാശയത്തിലെ അസിഡിറ്റി കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഔഷധങ്ങളെയാണ് ആൻറ്റാസിഡുകൾ എന്ന് പറയുന്നത്. ആമാശയത്തിലെ അസിഡിറ്റി കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റാസിഡുകൾ. pH സ്കെയിൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് സോറൻസൺ. ഡാനിഷ് ശാസ്ത്രജ്ഞനാണ്. pH 7 ആണെങ്കിൽ നിർവീര്യമായിരിക്കും. 7-നേക്കാൾ കുറവാണെങ്കിൽ ആസിഡ് സ്വഭാവവും 7-നേക്കാൾ കൂടുതലാണെങ്കിൽ ആൽക്കലി സ്വഭാവമായിരിക്കും. ലവണങ്ങളും അവയുടെ രാസനാമങ്ങളും. കുറച്ച് ലവണങ്ങളുണ്ട്, അവയുടെ രാസനാമങ്ങൾ നമുക്ക് നോക്കാം. കറിയുപ്പ്, നമ്മുടെ ഉപ്പിൻ്റെ രാസനാമമാണ് സോഡിയം ക്ലോറൈഡ്. ഇന്ദുപ്പിൻ്റെ രാസനാമമാണ് പൊട്ടാഷ്യം ക്ലോറൈഡ്. തുരിശിൻ്റെ രാസനാമമാണ് കോപ്പർ സൾഫേറ്റ്. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ് ആണ്. അലക്കുകാരം സോഡിയം കാർബണേറ്റ് ആണ്. ജിപ്സം കാൽഷ്യം സൾഫേറ്റ് ആണ്. ഒന്നുകൂടി നോക്കാം. കറിയുപ്പ് സോഡിയം ക്ലോറൈഡ്, ഇന്ദുപ്പ് പൊട്ടാഷ്യം ക്ലോറൈഡ്, തുരിശ് കോപ്പർ സൾഫേറ്റ്. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ്, അലക്കുകാരം സോഡിയം കാർബണേറ്റ്, ജിപ്സം കാൽഷ്യം സൾഫേറ്റ് ആണ്. ഉന്നത മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ച് കിട്ടുന്ന ലായനിയാണ് സോഡ വാട്ടർ. ഉന്നത മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ച് കിട്ടുന്ന ലായനിയാണ് സോഡ വാട്ടർ. ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ച് നിർമ്മിക്കുന്ന ലായനിയെ കാർബോണിക് ആസിഡ് എന്ന് വിളിക്കുന്നു. ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ച് നിർമ്മിക്കുന്ന ലായനിയാണ് കാർബോണിക് ആസിഡ്. അപ്പോൾ ഇത്രയും പോയിൻ്റാണ് ആ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് പ്രസ്താവനയായിട്ടും അതേപോലെ മറ്റ് ചോദ്യങ്ങളായിട്ടൊക്കെ വരാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഈ രാസനാമങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.